ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ലീവ് കഴിഞ്ഞിരിക്കുകയാണ്. 2 മാസത്തെ ലീവിന് വന്നതാണ്. 2 മാസത്തെ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇരിക്കുന്നത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു ട്രെയിൻ വരാൻ സമയമായി. ദൂരെ നിന്നും ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിനാണ് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം. ട്രെയിൻ കയറി എറണാകുളത്തെത്തി. എറണാകുളത്തുനിന്ന് പിന്നെ ഒരു കാറിൽ നേരെ എയർപോർട്ടിൽ എത്തി. നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. എയർപോർട്ടിലെത്തി. എനിക്ക് കിട്ടിയ സമയം 10:30 ഫ്ലൈറ്റിൻ്റെ ടൈം. അതെല്ലാം അങ്ങനെ പ്രതീക്ഷിച്ച് ഫ്ലൈറ്റ് 10:30 വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എയർപോർട്ടിൽ ചെന്ന് ചെക്കിന് എല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് നടന്നു. സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു ഇരിക്കുമ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്നാൽ ഫ്ലൈറ്റ് ലേറ്റായി. 12:30 ഫ്ലൈറ്റ് ഉള്ളൂ എന്ന്. അപ്പോൾ ഫ്ലൈറ്റ് പ്രതീക്ഷിച്ച് ഞാനങ്ങനെ ഇരിക്കുകയാണ്. ഇത് ബോർഡിംഗ് പാസ്സാണ്. അവിടെ ചെന്നിട്ട് എടുത്തതാണ്. ബോർഡിംഗ് പാസ്സിൽ 12:30 കാണിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് അവർ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. ഫുഡൊക്കെ തന്നു. ഫുഡിനകത്ത് 3-4 ഐറ്റം ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. എങ്കിലും അവർ തന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവർ തന്ന ഫുഡിലുണ്ടായിരുന്നത് വെജ് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഏതുണ്ടായിരുന്നു. പിന്നെ ദാല്, പിന്നുള്ളത് തൈരുണ്ടായിരുന്നു, പിന്നെ അച്ചാറ്, പിന്നെ ഒരു രസഗുള. ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു. ഇത്രയും കൂട്ടി ഒരു നല്ല ഫുഡായിരുന്നു. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റായി നമുക്ക് ഫുഡൊക്കെ കിട്ടും. അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നു. സമയം 10:30 കഴിഞ്ഞു. 10:45 ഫ്ലൈറ്റായിരുന്നു. അത് ലേറ്റായി. 12:30 വന്നത്. അപ്പോൾ 12:30 ഫ്ലൈറ്റ് ഒന്ന് ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്തു. ഫ്ലൈറ്റിനുള്ളിലേക്ക് നടക്കുകയാണ്. നല്ല ആളുകളുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്തു നിന്ന് ബാഗ്ഡോഗര വരെയാണ് പോകുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാഗ്ഡോഗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് എയർപോർട്ട്. അപ്പോൾ അവിടെ വരെയായിരുന്നു എൻ്റെ ടിക്കറ്റ്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കണക്ഷൻ ഫ്ലൈറ്റാണ്. എന്തായാലും അങ്ങനെ ബോർഡിംഗ് പാസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് നടന്നു. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കുന്ന സമയമായി. ചേച്ചി ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഈ രാത്രിയിലത്തെ എയർപോർട്ടിൻ്റെ വ്യൂ ഞാൻ മൊബൈൽ ക്യാമറയിലാണ് എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായി കാണില്ല. ഇതൊക്കെ നേരിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. ഒരു ഒന്നൊന്നര വ്യൂ ആണ്. അങ്ങനെ ഫ്ലൈറ്റ് റൺവേയിൽ കൂടി ഓടിത്തുടങ്ങി. അപ്പോൾ ഫ്ലൈറ്റ് ആകാശത്തെത്തി സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ,
സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം അവിടുന്ന് 1.5 മണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു. ഇനി രാവിലെ 6 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. അത്ര നേരം ഉറങ്ങാത്തോട്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു രാവിലെ. അപ്പോൾ 5:30 ആയപ്പോൾ അവിടുത്തെ ചെക്കിനെല്ലാം കഴിഞ്ഞ്. ചെക്കിനൊന്നുമില്ലായിരുന്നു, ബാഗേജ് ഡയറക്റ്റ് ബാഗ് ലോക്കറിൽ എടുത്താൽ മതി. പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് നേരെ അവിടുത്തെ ബസ്സിലാണ് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ബസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അവിടുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. നേരെ നമ്മൾ ഫ്ലൈറ്റിനടുത്തേക്ക് പോവുകയാണ്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നല്ലൊരു ഉറക്കം ഉറങ്ങി. അലാറം വെച്ച് കിടന്നാണ് ഉറങ്ങിയത്. അപ്പോൾ 6 മണിയായപ്പം 5:30 ആയപ്പോഴത്തേക്ക് ഫ്ലൈറ്റിനടുത്തേക്ക് അവർ ബസ്സിൽ കയറ്റി വിട്ടു. അങ്ങനെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കിനി ബാഗ്ഡോഗ്രയ്ക്കുള്ള യാത്ര തുടങ്ങാം. ഞാൻ ഇനിയുള്ള വീഡിയോസ് എല്ലാം മൊബൈലിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവ് കിട്ടും. എന്താ പറയുക, നമ്മൾ ആ ക്യാമറ എടുക്കുന്നൊരു സീൻ ആയിരിക്കത്തില്ല ഇനിയുള്ളത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ബാഗ്ഡോഗ്രയ്ക്ക്. ഫ്ലൈറ്റിലിരുന്ന് ഭൂമിയിലെ കാഴ്ചകൾ വളരെ അതിമനോഹരമാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വ്യൂ ആണ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. മേഘങ്ങൾക്കിടയിലൂടെയുള്ളൊരു അതിമനോഹരമായ യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര. സുഹൃത്തുക്കളെ, എന്നാ വ്യൂ അല്ല. നിങ്ങൾ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നു. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ബാഗ്ഡോഗ്ര എയർപോർട്ടിലേക്ക്. ഫ്ലൈറ്റ് താഴ്ന്നു തുടങ്ങി. ബാഗ്ഡോഗ്ര എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യോമസേനയുടെ ഇതിനുണ്ടറിലുള്ളൊരു എയർപോർട്ടാണ്. മൊത്തം എന്താ പറയുന്നത്, പട്ടാളക്കാരുടെ ആ ഒരു ഇത് കാണാം അവിടെ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ലഗേജെല്ലാം എടുത്തു. അവിടുന്ന് വെളിയിൽ നിന്ന് ഒരു കാറ് വിളിച്ച് അതിൽ നേരെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ജയ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ജയ്ഗാവ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ തന്നെ ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും ബോർഡറിലായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര ഇന്ന്. ഏകദേശം നമുക്ക് ഒരു 3.5 മണിക്കൂറത്തെ യാത്രയുണ്ട് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്നും ജയ്ഗാവ് വരേക്ക്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഏകദേശം
നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോയത് അവിടെ നിന്ന്. ഏകദേശം നമുക്ക് കുറച്ച് ഭാഗം ഒഴിച്ചാൽ ബാക്കിയെല്ലാം അതിമനോഹരമായ റോഡുകളും പാലങ്ങളും ഒക്കെ ഒന്നും പറയണ്ട. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾ ഈ കാണുന്നതാണ് തീസ്ത നദി. നദിയുടെ അണക്കെട്ടല്ല ഇത്, മറ്റേ വെള്ളം തടഞ്ഞ് നിർത്തി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളീ കണ്ടത്. വെസ്റ്റ് ബംഗാൾ ഇറിഗേഷൻ വകുപ്പിൻ്റെയാണ് കണ്ട എന്താ പറയുക ഒരു പദ്ധതി. എന്തോ പറയുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും പലയിടങ്ങളിലും, നമ്മുടെ നാട് കൂട്ടൊന്നുമല്ല, പലയിടങ്ങളിലും വൻ മരങ്ങളും നല്ല എന്താ പറയുക നിഴലും എന്താ പറയുക ഒക്കെയുള്ള റോഡിലേക്ക് തന്നെ മരങ്ങൾ നിൽക്കുകയാണ്. അല്ലാതെ അവിടെ നിന്നും വെട്ടി മാറ്റിയിട്ടൊന്നുമില്ല. നല്ല തണലാണ് പോകുന്ന വഴിയെല്ലാം. നമ്മൾ പോകുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഹൈവേ 2 എന്നാണ് പേര്. എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ മനോഹരമായ എന്താ പറയുക നെൽപ്പാടങ്ങളുടെയൊക്കെ വലിയൊരു ഏരിയയാണ് ഇവിടെ. പിന്നെ എന്താ പറയുക, നമ്മൾ ഏകദേശം ജയകാവനോട് അടുത്ത് കഴിഞ്ഞ് അവിടെ എത്തിയാറാകുമ്പോഴത്തേക്ക് മഴ വീണ് തുടങ്ങിയിരുന്നു. എന്താണെന്നറിയില്ല, നമ്മൾ ഇത്രയും നേരം വന്ന സ്ഥലത്തെല്ലാം നല്ല വെയിലും ഒക്കെ ആയിരുന്നു. ഏകദേശം ഈ ഭൂട്ടാൻ സൈഡ് അടുത്തപ്പോഴത്തേക്ക് മഴ തുടങ്ങി. പിന്നെ ഇവിടുത്തെ റോഡ് ഇത്രയും നേരം നല്ല നല്ല റോഡായിരുന്നു. പക്ഷേ ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എന്താ കച്ചറ എന്ന് പറയുമല്ലോ, അതുപോലത്തെ റോഡാണ്. മൊത്തം കുണ്ടും കുഴിയും. ആയതിനാൽ വഴിയിൽ എപ്പോഴും ഭയങ്കര തിരക്കാണ്. പിന്നെ വലിയ വലിയ കമ്പനികളുടെ കടകളും ഒക്കെ ഉണ്ട് അവിടെ.
സ്ഥലമെത്തി. അപ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഭൂട്ടാനകത്തോട്ട് പോകാൻ വേണ്ടിയുള്ള വണ്ടികളായിരുന്നു മൊത്തം. അതിനാൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നിങ്ങളാ നേരെ കാണുന്നതാണ് ഭൂട്ടാനിലേക്ക് കയറാനുള്ള മെയിൻ ഗേറ്റ്. എന്ത് മനോഹരമായ ഗേറ്റല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തായാലും ഇവിടെ ഇറങ്ങുകയാണ്. വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.